ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആദരണീയനായ ശ്രീ ജസ്റ്റിസ് കെ ടി ശങ്കരനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നീതിപൂർവമായ അന്വേഷണം നടത്തുകയും രഹസ്യാത്മകമായിട്ടുള്ള ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകത്ത് സമർപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും ഇതിനകത്ത് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വരുന്ന വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ റിപ്പോർട്ട് വരെ നാം വെയിറ്റ് ചെയ്തേ മതിയാവും. ആ റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിനകത്ത് എവിടെയാണ് ലാപ്സ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ വളരെ കൃത്യമായി അവർ പറഞ്ഞു വയ്ക്കുകയാണ്, ദേവസ്വം കമ്മീഷണർ, അതുപോലെ തിരുവാഭരണ കമ്മീഷണർ, വിജിലൻസ് ഓഫീസർ ഇവർ അനുധാവനം ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രൂപത്തിലുള്ള അതിന് സ്വർണം പൂശലോ സ്വർണം പതിക്കലോ ഏത് തന്നെയായിരുന്നാലും ശരി അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്ന് വ്യക്തമായി ഫയൽ എഴുതിയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചകളെ സംബന്ധിച്ച് കൂടെ കൃത്യമായി അന്വേഷിച്ച് ഈ കാര്യത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇത് നീതിപൂർവമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. ആ അഭിപ്രായ യോജിപ്പിനകത്ത് ഈ നീതിപൂർവമായ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ നാം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായി വരും. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും നമ്മൾ ഇതിൻ്റെ തലക്കെട്ട് തീരുമാനിക്കുന്നതും സെലക്റ്റീവായി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദിവസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ താൻ ദേവസ്വം ബോർഡിന് കൊടുത്ത പീഠം, ഈ ദ്വാരപാലക ശില്പം ഇരിക്കേണ്ടുന്ന പീഠം, അത് ഫിക്സ് ചെയ്തിരിക്കുന്ന പീഠം കാണാനില്ല എന്ന് പറഞ്ഞ് ആദ്യം ഇതിനൊരു വിവാദ വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എയിം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ നാം ചർച്ച ചെയ്യുകയും അത്തരം കാര്യങ്ങൾക്ക് ഒരു അന്വേഷണം കൂടെ നിശ്ചയിക്കപ്പെടേണ്ടതുമാണ്. അങ്ങനെ അത് ചർച്ച ചെയ്ത് അതിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഈ അയ്യപ്പ സംഗമത്തിൽ ആരെങ്കിലും കളങ്കം ചാർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാരിനെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് അവിടുത്തെ ഈ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനിച്ച ഒരു പരിപാടി എന്നതിന് തുലവും ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ. അതിനേക്കാളൊക്കെ ഗൗരവതരമായത് നിങ്ങൾക്ക് അന്വേഷിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. നിങ്ങളുടെ കാര്യം ആ നിലയ്ക്കല്ല നിലവിലുള്ള ഈ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് 2019 മുതൽ ഇങ്ങോട്ട് ശബരിമലയിൽ സംഭവിച്ചു എന്ന് പറയുന്നത് അതിന് മുമ്പുള്ള കാര്യങ്ങൾ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അവസ്ഥ. വിജിലൻസ് SP ആ കാര്യം അന്വേഷിക്കാൻ നോക്കിയപ്പോൾ അവിടെ രേഖകളൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. 2019 മുതൽ ഇങ്ങോട്ട് ശബരിമലയിൽ സംഭവിച്ച കെട്ടുകാര്യസ്ഥതയെക്കുറിച്ച്, അവിടെ നിന്ന് നഷ്ടപ്പെട്ട സാധനം തിരികെ വന്നിട്ടില്ല എന്നത് സംബന്ധിച്ച അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അങ്ങ് പറഞ്ഞു. ജഡ്ജിയെ നിയോഗിച്ചു. എന്തിനാണ് ജഡ്ജിയെ നിയോഗിച്ചത്? ഈ കാര്യം അന്വേഷിക്കാനാണോ? അങ്ങേക്കത് ബോധ്യമുണ്ടോ? അല്ല, നോക്കൂ, ഈ സർക്കാരിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല അദ്ദേഹം ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ശബരിമലയ്ക്ക് കാഴ്ചയായി നൽകിയ പീഠം കാണാനില്ല എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ നമ്മുടെ മുന്നിൽ നടന്നു വരുന്ന ചില കാര്യങ്ങൾ പോലെ തന്നെ അത്രമാത്രം ഗൗരവമാർന്ന ഒരു വിഷയമാണ്. ആ വിഷയം കാണാനില്ല എന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അങ്ങ് അയ്യപ്പ സംഗമത്തിന് കളങ്കം ചാർത്താൻ എന്ന് ആ സമയത്ത് വന്നതിന്റെ രാഷ്ട്രീയ പ്രേരിതമായ വശങ്ങളെ കുറിച്ച് കൂടി ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത്. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ പുരിയുടെ ആരോപണം നടന്നത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും അന്വേഷിക്കാനോ അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കാനോ ഉണ്ടെങ്കിലോ സർക്കാരിന് സാധിക്കും. നിലവിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ 100 മടങ്ങോ 1000 മടങ്ങോ ഗൗരവമുള്ളൊരു കാര്യമാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യം ഇതിലേക്ക് ക്ലബ് ചെയ്യുക എന്ന് പറയുന്ന ഉദ്ദേശം അങ്ങേക്കുണ്ടെങ്കിൽ അത് അങ്ങയുടെ രാഷ്ട്രീയമായ ഉദ്ദേശമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നീ സംവിധാനത്തിന് തോന്നുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? എനിക്ക് ഈ കാര്യത്തിലൊരു പൊളിറ്റിക്കൽ എയിമില്ല. ഇവിടെ സൂചിപ്പിച്ച കാര്യം, ആഗോള അയ്യപ്പ സംഗമത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ശബരിമലയിൽ ഞാൻ നേർച്ചയായി വെച്ച ആ പീഠം കാണാനില്ല, സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് ഈ സ്വർണ്ണപീഠം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ആ പീഠം നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അത് കണ്ടെത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ചർച്ചയിൽ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സമയത്ത് പുറത്തു വന്നു എന്ന് പറയുന്നത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടിട്ടാണോ, അതോ ഈ ഹൈക്കോടതി ഇനീഷ്യേറ്റ് ചെയ്ത അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ കൂടി അതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്ന തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് നമുക്ക് സാമാന്യനെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.
ആ സമയം എന്ന് പറയുന്നത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ ഇത് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാൻ കൊണ്ടുപോകുന്നത് ആ സമയത്താണ്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ആ സമയത്താണ്. അവിടെയാണ് തന്നിലേക്ക് അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മുഴം മുൻകൂട്ടി അറിയുന്നത്. ഇതിന് രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഉപ്പുറത്ത് താൻ പെട്ടു, അല്ലെങ്കിൽ തന്നിലേക്ക് ആ വെളിച്ചം വരുന്നു, തന്നിലേക്ക് അന്വേഷണം വരുന്നു എന്ന നിലയിൽ നിന്നാണ് അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത് എന്ന് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കല്ല. ആർക്കും മനസ്സിലാക്കാൻ കഴിയാതിരിക്കല്ല. ഞാൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നു, ഒറ്റ തവണ കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കുള്ളൂ. ഇതിൽ അന്വേഷണം വേണം. വിജിലൻസിന് പരിമിതികളുണ്ട്. അവർക്ക് അഴിമതി നടന്നോ, ആരാണ് അഴിമതി നടത്തിയത് എന്ന് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, മോഷണം നടന്നിട്ടുണ്ട്, അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് കേസ് രജിസ്റ്റർ ചെയ്താണ്. അതിന് സാധിക്കുമോ? തീർച്ചയായും ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി സ്റ്റഡി ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള മുഴുവൻ ഏജൻസികൾക്കും അന്വേഷിക്കത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഇക്കാര്യത്തിൽ ഏർപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന ആർക്കും തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഈ രൂപത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് നിർവചിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ പുറത്തു വരുന്നതിനകത്ത് ദേവസ്വം ബോർഡ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ദേവസ്വം കമ്മീഷണർ, അതുപോലെ തന്നെ അവിടുത്തെ വിജിലൻസ് ഓഫീസർ, അതുപോലെ തിരുവാഭരണ കമ്മീഷണർ, ഇവർ കൂടെ ചേർന്നുകൊണ്ട് അനുധാവനം ചെയ്ത് മാത്രമേ ഇതിന് ഏതെങ്കിലും രൂപത്തിലുള്ള ഈ പുതുക്കിപ്പണികൾ നടത്താകൂ എന്ന നിലയിലാണ് ദേവസ്വത്തിൻ്റെ തീരുമാനം. ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടത് എവിടെ വെച്ച് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടെ ഈ അന്വേഷണ പരിധിയിൽ വരില്ലേ? അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ കൃത്യമായി ഇതിനകത്ത് പ്രതി ആര് എന്ന ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനു മുൻപേ തന്നെ ഇതാകെ സർക്കാരിൻ്റെ വീഴ്ചയാണ്. അട്ടിമറിക്കപ്പെട്ട കാലം ഏതാണ്? അല്ലല്ല, അട്ടിമറിക്കപ്പെട്ട കാലം എന്ന് പറയുന്നത് 2019 അവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന ആരാണ്? അല്ല, ഞാനതാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡ് വളരെ കൃത്യമായിട്ടാണ് അതിനകത്ത് ആ ഫയലിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ തിരുവാഭരണ കമ്മീഷണറും അതുപോലെ വിജിലൻസിൻ്റെ ഓഫീസറും ഈ പുതുക്കി പണിയാൻ കൊണ്ടുപോകുന്ന ഏതൊരു സാധനമായിരുന്നാലും ശരി അതിനോടൊപ്പം അനുധാവനം ചെയ്യണം എന്ന് വളരെ കൃത്യമായി തീരുമാനിച്ചിരിക്കുകയാണ്. നടത്തിയോ? അവിടെയാണ് പ്രശ്നം. അവിടെ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് അടക്കം പരിശോധിക്കുകയാണ്. ആ പരിശോധന നടന്നു വരുന്ന വേളയിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അല്ല, അങ്ങനെ ഇതാരും ചൊല്ലുവിളിയും ഇല്ലാതെയാണ് കൊണ്ടുപോയത് എന്ന കാര്യം തിരിച്ചറിയാൻ 6 വർഷം വേണ്ടി വന്നോ കോടതി ഈ അന്വേഷണം നടത്തുന്നത് വരെ? അല്ല, സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണല്ലോ ഇതിൻ്റെ വരുംവരായികളും അതിൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുന്നത്. ഈ കാര്യങ്ങൾ തിട്ടപ്പെടുത്താനും അന്വേഷിക്കാനും കോടതി അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങുന്നത് വരെ മിണ്ടാതിരിക്കാനും വേണ്ടിയിട്ടല്ല ഈ ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ പറ്റി അവിടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വളരെ വിനയപുരസ്സരം അങ്ങോട്ട് പറയുന്നു.